130 വർഷങ്ങൾക്കപ്പുറം ഉണ്ടാക്കിയ ഒരു കരാർ, 999 വർഷത്തേക്ക് ഉണ്ടാക്കിയ ഒരു കരാർ. എത്രമാത്രം വെള്ളം അതിനുശേഷം ഒഴുകി മുല്ലപ്പെരിയാറിലൂടെ താഴേക്ക് പോയി, തമിഴ്നാട്ടിലേക്ക് പോയി. മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോഴും വളരെ ഹോട്ട് വിഷയമായി നിൽക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, ഇന്ന് കേൾക്കുന്ന വാർത്ത അത്ര ഗുണകരമായൊരു വാർത്തയല്ല. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ, എക്സിസ്റ്റിംഗ് ഡാമിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ ഉയരം കൂട്ടും എന്നാണ് തമിഴ്നാടിലെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള ഡോക്ടർ മാരി വിൽസൺ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. ഗുണകരമായൊരു വാർത്തയല്ല അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം 136 അടിയിലാണ് വെള്ളം നിൽക്കുന്നത്. അത് തന്നെ നമുക്ക് നല്ല ഭീഷണിയിലാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലകൾ, 3-4 ജില്ലകൾ വലിയ ഭീഷണിയിലാണ്. അതിന് വെള്ളപ്പൊക്കമുണ്ടായ, അതിന് പ്രളയമുണ്ടായാൽ, ഒരു ഡാമിനൊരു ഡിസാസ്റ്റർ ഉണ്ടായാൽ, അത് ഭൂകമ്പമാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൊണ്ടാണെങ്കിലോ മഴ കൊണ്ടാണെങ്കിലോ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഈ താഴേക്ക് വരുന്ന റിവർ സിസ്റ്റം നോക്കിയിട്ട് ഏതൊക്കെ റിവറുകളിലും അതിൻ്റെ റിവറിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലും പ്രശ്നം വരും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് മലയാളികൾ. 10-40 ലക്ഷം 50 ലക്ഷം ആളുകൾ താമസിക്കുന്ന വളരെ ഗുരുതരമായൊരു ജലബോംബിൻ്റെ താഴെയാണ് ഈ വിഷയങ്ങളെല്ലാം ചർച്ച വരുന്നത്. ഈ തമിഴ്നാട്ടിലെ ധനമന്ത്രി ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത് 136 അടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതിനെ അവർ ഉയർത്തുമെന്നാണ് പറയുന്നത്. അത് വളരെ വലിയ ഒരു വിഷയമാണ്. ഇതിനിടയിൽ 2014 സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. 156 അടി വരെ ഉയർത്താൻ, 142 അടിയിൽ നിന്ന് 156 അടി വരെ ഉയർത്താനുള്ള ഒരു കേസ് വന്നു. അപ്പോൾ അതും പെൻഡിങ്ങിലിരിക്കുന്നു. തമിഴ്നാട് ഗവൺമെൻറ് അനുകൂലമായിട്ടാണ് വിധി അന്ന് വന്നത്. അത് 152 പോകലല്ല, 142 എന്നുള്ളത് കോടതിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അത് പോയി. സുപ്രീം കോടതി അപ്ഹെൽഡ് തമിഴ്നാട് സ്റ്റാൻഡ് ആൻഡ് പെർമിറ്റഡ് ദ വാട്ടർ ലെവൽ ടു ബി റൈസ്ഡ് 142 ഫീറ്റ് ടു 152 ഫീറ്റ് ആഫ്റ്റർ ദ ഡാം ഈസ് സ്ട്രെങ്തൻഡ്. ഡാം സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം, ഇടയ്ക്കിടയ്ക്ക് അവർ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് പറയും, അങ്ങനെ ഡാം സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം 142 നിന്ന് 152 അടിയിലേക്ക് വെള്ളത്തിൻ്റെ നിലപ്പ് കൊണ്ടുപോകണം എന്നൊരു ഡിമാൻഡ് അവർ വച്ചു. ഇതിനിടയിൽ ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഒരു പൊതുകാര്യ പ്രസക്തം എന്നുള്ള നിലയിൽ ഡോക്ടർ, അദ്ദേഹം MBBS ഡോക്ടറാണ്, അദ്ദേഹം അലോപ്പതിയുടെ ഡോക്ടറാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്നൊരു 2 വിധി വാങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ കേസിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കണമെന്നും സെൻട്രൽ വാട്ടർ കമ്മീഷനും ഡാം സേഫ്റ്റി അതോറിറ്റിയും ഒക്കെ ഇതിനകത്തൊരു എടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിധി. ഇത് രണ്ടും സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനനുസരിച്ച് കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ സബ്മിഷൻ സുപ്രീം കോടതിയിൽ കിടക്കുന്നൊരു വിഷയമാണ്. മുല്ലപ്പെരിയാർ ഡാമെന്ന് പറയുന്നത് നമുക്കറിയാം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അത് തമിഴ്നാടിൻ്റെ കയ്യിലാണ് അതിൻ്റെ ലീസ് ഇടപാടുകളെല്ലാം ഇരിക്കുന്നത്. ദിവാൻ്റെ കാലത്ത് മദ്രാസിലെ ഒരു ദിവാൻ വന്നാണ് ഇവിടുത്തെ ഇതെല്ലാം എഴുതി ഒപ്പിട്ടൊക്കെ കൊണ്ടുപോയി 999 വർഷത്തേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മുന്നിൽ നമ്മളും ചില കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കേസ് നേരത്തെ തോറ്റുപോയി. പക്ഷേ ഈ ജോ ജോസഫ് കൊടുത്ത കേസ് നമ്മൾ വിജയിക്കുകയുണ്ടായി. മാത്രമല്ല, ഇത് സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആണ് സുപ്രീം കോടതി നിൽക്കുന്നത്. നേരത്തെ ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ജസ്റ്റിസ് KT തോമസും കൂടി ഈ കമ്മീഷനിൽ അംഗമായിരുന്നു. ആ കമ്മീഷൻ പക്ഷേ വേണ്ടത്ര ഈ ഡാം ഇൻസ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ കൺവിൻസ്ഡ് ആയില്ല. അവർ വേറെ നിലപാടെടുത്തു. അങ്ങനെ എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭീഷണി, ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന നിലയിൽ തമിഴ്നാട് വളരെ ഗുരുതരമായൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇനി വരിക എന്നറിയില്ല. അവിടുത്തെ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ്. കേരള ഹാസ് കോൺസ്റ്റൻ്റ്ലി ആർഗ്യൂഡ് ദാറ്റ് the increased storage level in the century old dam could compromise its safety എന്നുള്ളതാണ്. സുരക്ഷിതത്വത്തെ കോംപ്രമൈസ് വെച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ഡാമിനെ ഉയർത്താനോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനോ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് കേരള സ്റ്റാൻഡ്. എന്തായാലും ശക്തമായ സ്റ്റാൻഡാണ് അവിടെ നടക്കുന്നത്. വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു.
ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ഡോക്ടർ എൻ മാരി വിൽസൻ്റെ ഒരു തീരുമാനം വന്നത്. അതുപോലെ തന്നെ തമിഴ്നാടുകാർ ഇടയ്ക്ക് പറഞ്ഞ് വണ്ടിപ്പെരിയാറും പീരുമേടും അടക്കമുള്ള 2-3 പ്രദേശങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ തമിഴ്നാടുകാർ ഇവിടെ എന്തോ മനോഹരമായിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യണോ അതോ കോംപ്രമൈസിന് പോകുമോ എന്നൊക്കെ ഉള്ളത് കാലം കാത്തിരിക്കുന്ന കാര്യമാണ്. എന്തായാലും നമുക്ക് ഒരു തലവേദന കൂടി, അകത്ത് പ്രളയവും ഉരുൾപൊട്ടലുമായിട്ട് നമുക്കൊരു തലവേദനയിൽ ഇരിക്കുകയാണ്. അതോടൊപ്പമാണ് ജലബോംബ്, മുല്ലപ്പെരിയാർ ജലബോംബിൻ്റെ വലിയ അടുത്ത തലവേദന കൂടി തലയ്ക്ക് മീതെ വന്നിരിക്കുന്നത്.